അമേരിക്കയിൽ രാജ്യത്തിന്റെ 250-ാം വാർഷികത്തിന് മുന്നോടിയായി സമ്പൂർണ്ണ ബൈബിൾ പാരായണം. വാഷിംഗ്ടണിൽ സമ്പൂർണ്ണ ബൈബിൾ പാരായണത്തിനായി തയ്യാറെടുത്ത് 495 ക്രൈസ്തവ പ്രതിനിധികൾ. രാജ്യത്തിന്റെ 250-ാം വാർഷികത്തിന് മുന്നോടിയായി സമ്പൂർണ്ണ ബൈബിൾ ഉറക്കെ വായിക്കാൻ 495 ക്രൈസ്തവ പ്രതിനിധികൾ വാഷിംഗ്ടൺ DC-യിൽ ഒത്തുകൂടും. ക്രൈസ്തവരെ പ്രാർത്ഥിക്കാനും വോട്ട് ചെയ്യാനും പൗരജീവിതത്തിൽ ഏർപ്പെടാനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ടെക്സസ് ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട ക്രിസ്ത്യൻ എൻഗേജ്ഡ് എന്ന സംഘടനയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ദേശീയ ബൈബിൾ വായന യജ്ഞത്തിന്റെ ഭാഗമായാണ് അമേരിക്ക റീഡ്സ് ദ ബൈബിൾ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 19 മുതൽ 25 വരെ കത്തോലിക്കർ ഉൾപ്പെടെയുള്ള വിവിധ പ്രഭാഷകർ സമ്പൂർണ്ണ ബൈബിൾ വായന യജ്ഞത്തിനായി ബൈബിൾ മ്യൂസിയത്തിൽ ഒത്തുകൂടുമെന്ന് സംഘാടകർ പറഞ്ഞു. രാഷ്ട്രത്തിന്റെ സ്ഥാപക ആദർശങ്ങളുടെ ആത്മീയ ആഘോഷമായും ഇന്നും നങ്കൂരമിടുന്ന സത്യം വീണ്ടും കണ്ടെത്താനുള്ള ആഹ്വാനവുമായാണ് തുടക്കം മുതൽ അവസാനം വരെ ബൈബിൾ വായനായജ്ഞം നടത്തുന്നതെന്ന് പരിപാടിയുടെ സംഘാടകർ വ്യക്തമാക്കി. ഏപ്രിൽ 18-ന് 100-ലധികം മിനിസ്ട്രികളിൽ നിന്നുള്ള നേതാക്കൾ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആഘോഷത്തിനായി ഒത്തുകൂടും. ഏപ്രിൽ 19-ന് മ്യൂസിയത്തിൽ പാരായണം ആരംഭിക്കും. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 9 വരെ പ്രഭാഷകർ വായന തുടരും. ഇത്തരത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബൈബിൾ വായന പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, പ്രോലൈഫ് അഭിഭാഷകർ, നടിമാർ എന്നിവരുൾപ്പെടെ വിവിധ ക്രിസ്ത്യൻ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരും തിരുവെഴുത്തുകൾ വായിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.